പിന്നെ ഞാനിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ മാമനോട്. അതായത് മാമനാകുമ്പം ഇതിന്റെ എന്ത് പറയാനാണ്, ഒരുപാട് നാളത്തെ പരിചയമുള്ള ആളാണ്, ലോക പരിചയം കേട്ടോ. പരിചയം എന്ന് പറയുമ്പോൾ വേറെ ഒന്നും തെറ്റിയിരിക്കണ്ട. അപ്പൊ എന്തായാലും മാമ, നമ്മുടെ സ്ഥിരം എന്ത് പറയാനാണ്, നമ്മുടെ മാമനാണ്. മാമ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇങ്ങോട്ട് നീങ്ങി വാ. മാമ, കല്യാണം കഴിക്കുന്നതാണോ നല്ലത്, കഴിക്കാത്തതാണോ നല്ലത്? കഴിക്കാത്തതാണ് നല്ലത്. കാര്യം എന്ത്? പല ആളുകളുമായിട്ട് ബന്ധപ്പെടാത്ത അതൊരു സുഖമായിട്ട്. മാമൻ എന്റെ ചോദ്യം കുസൃതിയായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി അല്ലേ. കുസൃതി ചോദ്യം എന്നോട് ആദ്യം ചോദിച്ചത് കുസൃതി ചോദ്യം. അപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത് ഇതൊരു കുസൃതി ചോദ്യമാണോ എന്ന്. ഞാന് യഥാർത്ഥത്തിൽ മാമ കുസൃതിയായിട്ടല്ല, അത് ഒറിജിനൽ ആയിട്ട് തന്നെയാണ് ചോദിച്ചത് എന്താണ് ഏതാണ്. അപ്പൊ മാമ ആൻസർ പറഞ്ഞത് കുസൃതിയായിട്ടല്ലേ? അത്രേ. അതെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒറിജിനൽ ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു കല്യാണം കഴിച്ച് ഒരാളുമായിട്ട് കഴിയുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലത് ചോദ്യം ആയതുകൊണ്ടാണ് ഈ മറുപടി ഞാൻ പറഞ്ഞത്. കണ്ടോ, ഇത്ര തന്നെ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ആളോട് ചോദിക്കാൻ പോകാം കൂടെ വന്നോളൂ. അമ്മേ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടാ, അറിയാന്നുള്ളത് പറഞ്ഞാൽ മതി. അതായത് നമ്മുടെ വിവാഹ ജീവിതമാണോ നല്ലത്, അല്ലാത്തതാണോ നല്ലത്? ജീവിതമാണ് നല്ലത്. ഇതല്ല, വിവാഹ ജീവിതമാണ് നല്ലത്. ഞാൻ കുടുംബം അല്ലാത്ത ഒരാളോട് പോയി ചോദിച്ചാൽ പിന്നെ അവരതല്ലേ പറയുള്ളൂ. കുടുംബം അല്ല. പക്ഷെ ഞാൻ അവിടെ ഒരു 5-6 മാസം താമസിച്ചുള്ളൂ. കാട്ടാക്കടയാണ് എന്നെ അയച്ചത്. അയച്ച് 6 മാസമേ താമസിച്ചുള്ളൂ അല്ലേ? പിന്നെ ഞാൻ വേറെ വിവാഹം നടന്നു. വേറെ വേണ്ടെന്ന് വെച്ചോ? അതാ വരാത്തത് കൊണ്ടോ? ഇല്ല, വന്നു. അപ്പോഴ് അമ്മയ്ക്കൊക്കെ ഇഷ്ടം ഉണ്ടായിരുന്നു, എനിക്കിഷ്ടം. നമ്മുടെ അമ്മയുടെ അഭിപ്രായം പറഞ്ഞു. ആന്റി, നമ്മുടെ എന്ത് പറയാൻ, വിവാഹ ജീവിതമാണോ നല്ലത്, അല്ലാത്തതാണോ നല്ലത് എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അതായത് കല്യാണം കഴിക്കുന്നതാണോ നല്ലത്, കഴിക്കാത്തതാണോ നല്ലത്? ഒരു കണക്കിന് നോക്കിയാൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആണോ? അങ്ങോട്ട് നോക്കി പറയുന്നേ, അങ്ങോട്ട്. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ മടി തോന്നുന്നുണ്ടോ? വീട്ടില് പോയ ഭർത്താവിനെ പേടിച്ചാണോ പോന്നെ? അതെ. അപ്പൊ അവരെ അഭിപ്രായം കല്യാണം കഴിക്കണ്ട എന്നാണ് പറഞ്ഞത്. അഭിപ്രായം കല്യാണം കഴിയാതെ ഒറ്റയ്ക്ക് ജീവിച്ച ഈ നമ്മൾക്കും പ്രായങ്ങളാവൂലേ, വയസ്സാവുമ്പോ ആരുമില്ലാതെ കല്യാണം കഴിച്ച് 1-2 കുഞ്ഞുങ്ങൾ. അമ്മയെ കാണിച്ചോട്. ലിസി അമ്മ പറയും. ലിസി അമ്മയാണ് അമ്മയുടെ പേര്. ലേസി അമ്മയ്ക്ക് അമ്മ പറഞ്ഞ എന്റെ ഒരു അവസ്ഥയാണ് എന്നാണ്. അമ്മ ഒറ്റപ്പെട്ടാ താമസിക്കുന്നത് കേട്ടോ. അത് ഞങ്ങൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് അമ്മ പറഞ്ഞത്. ഇവിടെ തുടരൂ, പറയും. നിങ്ങളാണ് പറയാ അങ്ങോട്ട്. അതുകൊണ്ട് കല്യാണം വേണം. കല്യാണം കഴിക്കുന്നതല്ലത് തന്നെ. നമുക്കത് ഈ അമ്മ പറയുന്നത് അമ്മയുടെ 14 വയസ്സില്, അമ്മ നിങ്ങളുടെ 20 വയസ്സിലും എന്റെ 19 എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 14 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ആന്റിയോടാണ് അടുത്ത ചോദ്യം. 14 വയസ്സിൽ എങ്ങനെ ആന്റി കല്യാണം കഴിഞ്ഞു? ഞാൻ എന്റെ ചേട്ടത്തിയും നിൽക്കുകയായിരുന്നു. അപ്പോഴേ ആളിലുള്ള ഞാനായിരുന്നു. പൊക്കവും ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള നിങ്ങളാണ്. അതുകൊണ്ട് പിടിച്ചങ്ങ് കെട്ടിച്ചു. ചേട്ടത്തിയെ കാണാൻ അപ്പോഴേ ആന്റി പ്രായം അത് 12 വയസ്സിൽ. ഓക്കെ, അത് 12 വയസ്സില് ഏജ് അറ്റൻഡ് ആയി 12 വയസ്സിലാണ്. അപ്പൊ അത് 2 വർഷം കൂടെ കഴിഞ്ഞപ്പോ 14 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു അല്ലേ? എന്നിട്ട് 6 മാസം താമസിച്ചതും ഇതങ്ങ് ബന്ധുവും എനിക്ക് അപ്പോഴേ ഇഷ്ടമല്ല. അപ്പൊ പുള്ളിക്കാരൻ അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നോ? പുള്ളിക്കാരൻ അപ്പൊ എത്ര വയസ്സായിരുന്നു? പുള്ളിക്കാരന് 27 വയസ്സ്. ഓക്കെ. ശരി. അപ്പൊ നമ്മുടെ പേര് ഒരിക്കൽ കൂടെ പറയാമ്മ. ഡെയ്സി അമ്മ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. അതാ ഡെയ്സി അമ്മ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ മക്കളും ചെറുമക്കളും ഒക്കെ കാണും അല്ലേ? അമ്മയ്ക്ക് 80 വയസ്സും ഉണ്ടല്ലേ? അതെ, തീരാൻ പോകുന്നു. അതെ. അപ്പൊ ഇതാണ് നമ്മുടെ ഡെയ്സി അമ്മ. ഡെയ്സി അമ്മയുടെ വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസം വരുന്നതായിരിക്കും കേട്ടോ. ഇനി ഞങ്ങളൊക്കെ ഉണ്ടേ. ശരി എന്നാ. ചേട്ടാ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ അതിനു മുമ്പ് ഈ കയ്യിൽ എന്ത് പറ്റി? അത്രേ ഉള്ളു. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, അതായത് വിവാഹ ജീവിതമാണോ നല്ലത്, അല്ലാത്തതാണോ നല്ലത്? ഈ കാലത്ത് അല്ലാത്തതാണ് നല്ലത്. ഓക്കെ. കാലം മാറുമ്പോ കോലം മാറും പറയാം. വേണ്ട,
ജീവിതം വേണ്ട. ഇനി ഒരു പെണ്ണ് വന്നാലും നിങ്ങൾ സ്വീകരിക്കില്ല? സ്വീകരിക്കില്ല. കെട്ടിയോ? അത് ചോദിക്കട്ടെ. കെട്ടിയില്ല, അപ്പൊ പെണ്ണെ വേണ്ട. ആ കാര്യം പിന്നെ ഈ കണ്ട ആളുകളെല്ലാം കല്യാണം കഴിച്ചിട്ട് ജയിലിലല്ലേ പോണത്? അതൊക്കെ ഒരിടത്ത് എല്ലായിടത്തും നടക്കുന്നത്. കല്യാണം കഴിച്ചാലേ IPS മീൻസ് ഇപ്പോൾ ഈ പെണ്ണ് കെട്ടിയാൽ സമാധാനം പോകും, അതേ ഉള്ളൂ. ശരി ചേട്ടാ, താങ്ക് യു ഇത്രയും അറിവ് പകർന്നു തന്നതിന്. പോട്ടെ ഞങ്ങള്. അപ്പൊ ഞാൻ ഒരു ചായ കുടിക്കാനായിട്ട് നമ്മുടെ അളിയന്റെ കടയിൽ എത്തിയിട്ടുണ്ട്. അളിയാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇങ്ങനെ അളിയ ഇങ്ങോട്ട് തിരി. അതായത് വിവാഹ ജീവിതമാണോ നല്ലത്, അല്ലാത്തതാണോ നല്ലത്? ഇതാണ് ഇന്നത്തെ എന്റെ ക്വസ്റ്റ്യൻ. അളിയൻ പറ. അല്ലാത്തെന്ന് പറഞ്ഞാൽ കഴിക്കണ്ട, കല്യാണം കഴിക്കണ്ട, കല്യാണം കഴിക്കുന്നതാണോ നല്ലത്, കഴിക്കാത്തതാണോ നല്ലത്? ഇതാണ് ക്വസ്റ്റ്യൻ. അതെന്ത്? അങ്ങനെയാണോ? അപ്പൊ അളിയന്റെ ആൻസർ ഒറ്റ ആൻസറിൽ നിർത്തിക്കളഞ്ഞ ആണോ? തിരിഞ്ഞു പറ ഇങ്ങോട്ട്. അതാണ് നല്ലതെന്ന്. ഇതാർക്കുള്ളത്? നല്ലതാണോ? അപ്പൊ നമ്മുടെ സ്വന്തം അളിയൻ പറഞ്ഞു കഴിഞ്ഞ്, സ്വന്തം അളിയനാണ് കേട്ടോ, വിവാഹം കഴിക്കാത്തതാണ് നല്ലതെന്ന് അളിയന്റെ വൈഫിനോട് ചോദിച്ചു. അതെന്തേ ആണുങ്ങൾക്ക് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് തിരിഞ്ഞു കാണിച്ചു. ആണുങ്ങൾക്ക് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. മറ്റേ യൂട്യൂബിൽ പറഞ്ഞില്ലേ, തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം ഏർപ്പെട്ട ഒത്തിരി സ്ത്രീകളുണ്ട്. എൻജോയ്. അളിയന്റെ ഡയലോഗ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അളിയൻ പറഞ്ഞത് ആണുങ്ങൾക്ക് വിവാഹം കഴിക്കണ്ടെന്നല്ലേ. അപ്പൊ പെണ്ണുങ്ങൾക്ക് കഴിക്കാതിരുന്നാൽ എന്ത്? നല്ലതേ അല്ലേ? കുഞ്ഞു വിശേഷം കേട്ടോ, ഇത്രയൊക്കെ തന്നെ. ശരി, എന്നാ ഓക്കെ. അടുത്ത പുതിയ വിശേഷം, പുതിയ കാഴ്ചയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതായിരിക്കും കേട്ടോ. ഓക്കെ.